ഹലോ, നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുരുമുളക് പറിക്കാനായിട്ട് ഇപ്പം നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായി നമ്മുടെ കുരുമുളക് പറിക്കാൻ നമുക്ക് പോയാലോ. നല്ല വെയിലാട്ടോ. ഞാൻ ജസ്റ്റ് ആദ്യമേ നിങ്ങളെ ഒന്ന് കൊണ്ട് കാണിക്കാം. കണ്ടോ, ഇത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. കുരുമുളക് പഴുത്ത് നിൽക്കുന്ന കേട്ടോ. ഇതിൽ പഴുത്തതും അതുപോലെ തന്നെ പച്ചയായിട്ടുള്ള കുരുമുളകും ഉണ്ട്. കുറച്ച് പഴുത്തതും കുറച്ച് പച്ചയായിട്ടുള്ള കുരുമുളകും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് പറിച്ചാണ് നമ്മൾ ഉണങ്ങി കുരുമുളക് പിന്നെ പൊടിച്ചൊക്കെ എടുത്ത് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കുരുമുളക് കയ്യെത്തി പറിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു ഏണി എടുക്കാം. അപ്പോൾ അതിന് മുൻപ് കുരുമുളക് പറിച്ചിടാനായിട്ട് നമുക്കൊരു സംഭവം ചെയ്യണ്ടേ, അതും കൂടെ ചെയ്തെടുക്കാവേ, കാണിക്കാം കേട്ടോ. ഇതൊരു മുണ്ടാട്ടോ. അപ്പം ഇതിൻ്റെ ഇവിടെ നമ്മൾ രണ്ടറ്റവും കൂടെ കൂട്ടി ജസ്റ്റ് ഒരു കെട്ട് കെട്ടണം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇടണം. കണ്ടോ, ഇതുപോലെ ഇട്ടതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഒരറ്റം ഒരു കയ്യിലും മറ്റേ അറ്റം ഇതുപോലെ എടുത്തതിന് ശേഷം ഈ പാത്രത്തിൽ ഇത് നമ്മൾ ഇങ്ങനെ കൊണ്ട് കെട്ടണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് നമുക്ക് ഏണിയാട്ടോ വേണ്ടത്. ഏണി എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാട്ടോ ഇരിക്കുന്നത്. നമുക്ക് വീഡിയോ എടുത്തു തരാൻ ആളില്ലാത്തതുകൊണ്ട് ഏണിയൊന്നും ഞാൻ കൊണ്ടുപോകുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഏണി ഞാനവിടെ നമ്മുടെ കുരുമുളക് പറിക്കുന്ന മുരിക്കെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിക്കാവേ. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ ഏണി ചാരി വെച്ചേക്കുക നമ്മുടെ കുടിയേലോട്ട്. ഇനി നമുക്ക് അതിൽ കയറി കുരുമുളക് ഓരോന്നായിട്ട് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ അടിയിൽ നിന്ന് തന്നെ ഏണി കയറാതെ തന്നെ പറിക്കുക കേട്ടോ. കണ്ടില്ലേ, നല്ല ഫ്രഷ് കുരുമുളക് നമ്മൾ നേരിട്ട് നമ്മൾ കൊടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന കേട്ടോ ഈ കാണുന്നത്. ഇത് മറ്റൊരു കൊടിച്ചോട്ടിൽ കുരുമുളക് പഴുത്തത് വീണ് കിടക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഈ കൂടെ നമുക്ക് അതും കൂടെ പെറുക്കിയെടുക്കാമെന്നുള്ളത്. കുറേ അടുത്ത് ഇതുപോലെ പഴുത്ത കുരുമുളക് ഇങ്ങനെ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കളയാതെ എടുക്കുവാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ടും അതുപോലെ തന്നെ കടയിൽ കൊടുക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ. കണ്ട, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രഷ് കുരുമുളക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രഷ് കുരുമുളക് എന്ന് പറയുന്നത്. അപ്പം ചില നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഹോട്ടലിലൊക്കെ ഇതുപോലെ ഫ്രഷ് കുരുമുളക് അരച്ച് ചേർക്കും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പച്ചയുണ്ട്, പഴുത്ത ഒരുപാട് പഴുക്കാൻ വേണ്ടി നമ്മളങ്ങനെ നിർത്തത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാകുമ്പോൾ നമുക്ക് ഉണങ്ങാനൊക്കെ ആകുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പം നമ്മളിതെല്ലാം പറിച്ചെടുത്തു. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ, ലാസ്റ്റത്തെ ആയിരുന്നു, അത് ഞാൻ പറിച്ചെടുത്ത്. ഇനി നമുക്കിത് മെതിച്ചെടുക്കാം കേട്ടോ. ഇല്ലേ, കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ, ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു നാരില് ഇത് മാറ്റിക്കളഞ്ഞിട്ട് കുരു മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉണങ്ങുമ്പോൾ എളുപ്പമായിരിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഈ കുരു മാത്രമല്ലേ നമ്മൾ വാങ്ങിക്കുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തണ്ടെന്ന് പറയുന്നത് മാറ്റിയിട്ടാണ് നമ്മൾ ഉണങ്ങുന്നതൊക്കെ. അപ്പം നമ്മളിപ്പം സാധാരണ ചവിട്ടിയാട്ടോ മെതിക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ട്. ഇപ്പം നമുക്ക് ഈ നെല്ല് കൊയ്ത്തിനൊക്കെ നേരത്തെ മെതിക്കുമല്ലായിരുന്നു, ഇപ്പം മെഷീനൊക്കെ ഇല്ല. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ കുരുമുളക് മെതിക്കാനായിട്ട് നമുക്ക് മെഷീനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെഷീൻ്റെ അടുത്തൊന്നും പോകുന്നില്ല, എൻ്റെ കൈ മെഷീൻ കൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരുമ്മിയെടുക്കുക കേട്ടോ.
ഈ ഒരു സൗണ്ട് കേൾക്കുന്നത് വരെ നമുക്ക് നമ്മുടെ കുരുമുളക് ഉണങ്ങിയെടുത്തെങ്കിൽ മാത്രമായിട്ടോ നമുക്കത് പിന്നെ അത് സൂക്ഷിക്കുവാനായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലേ നമ്മൾ ഉണക്ക് പാകമാകാതെ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളക് പൂത്ത് പോകാനും അതുപോലെ അഴുക്കായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ ഉണക്കിയെടുക്കണം. അതിന് ശേഷം നമ്മളിത് പേറ്റി വൃത്തിയാക്കി കല്ലൊക്കൊണ്ടോ പൊടിയെല്ലാം പേറ്റി വൃത്തിയാക്കിയതിന് ശേഷമായിട്ടോ നമ്മൾ അത് പാക്ക് ചെയ്ത് സൂക്ഷിക്കുന്നത്. ഹലോ, അപ്പോൾ നമ്മുടെ കുരുമുളക് 3 ദിവസത്തിന് ശേഷം നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ കുരുമുളകിൻ്റെ കറക്റ്റ് പാകം. ഇനി നമ്മളിത് നല്ല നമ്മൾ പഴുത്തതും അതുപോലെ തന്നെ പച്ച കുരുമുളകും കൂടെ ഒരുമിച്ചിട്ട് ഉണങ്ങിയ കൊണ്ടാട്ടോ അങ്ങനെ ഇരിക്കുന്നത്. ആ ഒരു കളർ വ്യത്യാസം അത് നമുക്ക് കുഴപ്പമില്ല. ഉണങ്ങി കഴിയുമ്പം എല്ലാം ഒരുപോലെയാണ്. ഇത് പൊടിച്ചെടുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ പെപ്പർ പൗഡറല്ലേ എല്ലായിടത്തും പെപ്പർ പൗഡറില്ലേ കുരുമുളക് പൊടിയൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം. അങ്ങനെ നല്ല ഫ്രഷ് കുരുമുളക് പൊടി നമുക്ക് ഇത് നിന്ന് പൊടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇത് നമുക്കിനി ഈ ഒരു ടിന്നിലിട്ടിട്ട് അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ടിന്നിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഇത് നമുക്ക് പൊടിച്ച് വെക്കണമെങ്കിൽ പൊടിച്ച് വെക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ വെക്കുവാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിന് മാത്രം എടുത്ത് പൊടിച്ചെടുത്താൽ മതിയല്ലോ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.